പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. വളരെ സങ്കടകരമായ വാർത്തകളാണ് പല ദിവസങ്ങളിലും ഇപ്പോൾ കേരളത്തിൽ കേൾക്കാൻ കഴിയുന്നത്. വീടിന് മുന്നിലുള്ള കാറ് സ്റ്റാർട്ട് ചെയ്തതോടെ കാറ് പൊട്ടിത്തെറിക്കുന്നു, കത്തുപിടിക്കുന്നു. രണ്ട് കുഞ്ഞുങ്ങൾ അതിൽ മരിക്കുന്നു. അമ്മയ്ക്ക് ഗുരുതരമായ തീപ്പൊള്ളൽ. പാലക്കാട് ചിറ്റൂരാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ, ഒരു കൊച്ചു പയ്യൻ, ചെരുപ്പെറിഞ്ഞ് കളിച്ച് സ്കൂളിന് മുന്നിലെ സൈക്കിൾ ഷെഡിൻ്റെ മുകളിലേക്ക് വീണ ചെരുപ്പ് എടുക്കാതിരിക്കാൻ അവന് കഴിയില്ല. ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഡെസ്കുകൾ ഇട്ടിട്ടോ മറ്റേതോ വിധത്തിലോ അവൻ മുകളിലേക്ക് കയറി ചെരുപ്പെടുക്കുന്നവരിടയിൽ ഒന്ന് വീഴാൻ പോയപ്പോൾ അടുത്തുള്ള കമ്പിയിൽ പിടിച്ചു. അത് ഇലക്ട്രിക് വയറായിരുന്നു. പിടഞ്ഞു മരിച്ചു. ഇതാ വടുതലയിൽ എറണാകുളത്തെ പച്ചാളത്ത് നിന്ന് അമ്പരപ്പിക്കുന്നൊരു വാർത്ത. സ്കൂട്ടർ തടഞ്ഞു നിർത്തി ദമ്പതികളെ അയൽക്കാരൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഭർത്താവ് ക്രിസ്റ്റഫർ മരിച്ചു. ഭാര്യ മേരി ആശുപത്രിയിലാണ്, തീപ്പൊള്ളലാണ്. ക്രിസ്റ്റഫറിന് 60% മരണമാണ് ഉണ്ടായിരുന്നതായി പറയുന്നത്. 60% തീപ്പൊള്ളലിൽ ഒരാൾ മരിക്കേണ്ടതല്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചികിത്സ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം അലോപ്പതി ചികിത്സയാണ്. മിഥുൻ്റെ ഷോക്കേറ്റുള്ള മരണം ഒഴിച്ചാൽ മറ്റു രണ്ടും തീപ്പൊള്ളലിൻ്റെ മരണങ്ങളാണ്. ഇതിൽ അവരെത്തിയ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് രക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള പൊള്ളലാണോ അവർക്കുണ്ടായിരുന്നത്, അതോ വേറൊരു ആശുപത്രിയിലായിരുന്നെങ്കിൽ, വേറൊരു ചികിത്സയായിരുന്നെങ്കിൽ രക്ഷിക്കാനാകുമായിരുന്നോ എന്നൊന്നും ഉറപ്പിച്ച് എനിക്ക് പറയാനാവില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചികിത്സയല്ല, ഇങ്ങനെയല്ല ചികിത്സിക്കേണ്ടത്, ഇവിടുത്തെ ചികിത്സ, ഇവിടുത്തെ ഡോക്ടർമാരൊന്നും പോരാ എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ നേതാക്കന്മാരെല്ലാം അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും കാനഡയിലേക്കുമെല്ലാം ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ ചികിത്സയിൽ വ്യത്യാസമുണ്ട്. നാട്ടുകാർക്ക് സർവാണി സദ്യ നടത്തുന്ന ചികിത്സ അതൊരു ചികിത്സ, അതിൽ കാര്യമൊന്നുമില്ല. അതിനപ്പുറത്തെ ചികിത്സ കുറച്ചും കൂടി വലിയ ആശുപത്രിയിൽ, അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടമുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയില്ല എങ്കിലും ഒരു കാര്യം എനിക്ക് നന്നായി അറിയാം. മറ്റു പല രോഗങ്ങൾക്കും എന്നതുപോലെ തീപ്പൊള്ളലിനും അലോപ്പതിയിൽ ഒരു നല്ല ചികിത്സയും ഇല്ല. പൊള്ളി അവൻ്റെ ദുരിതം തന്നെയാണ്. അതിനേക്കാളുമെല്ലാം എത്രയോ ഉയർന്നു നിൽക്കുന്ന, പരിഗണിക്കേണ്ട, ശാസ്ത്രജ്ഞന്മാരെല്ലാം താരതമ്യം ചെയ്തു നോക്കേണ്ട ഒരു ചികിത്സയാണ് പ്രകൃതി ചികിത്സയ്ക്കുള്ളത്. അത് ശാസ്ത്രജ്ഞന്മാരാരും ഇത് പഠിക്കാനോ പരീക്ഷിക്കാനോ നിരീക്ഷിക്കാനോ താരതമ്യം ചെയ്തു നോക്കാനോ വരില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ 10-25 കൊല്ലമായി ആരോഗ്യവകുപ്പിനോട് ഒരു മെഡിക്കൽ സംഘത്തെ നേച്ചർ ലൈഫിലേക്ക് അയച്ച് അവിടെ രോഗങ്ങൾ മാറുന്നത് എങ്ങനെയാണ്, ഈ പറയുന്നത് പോലെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ വരുന്നവരുടെ രോഗവും മാറുന്നുണ്ടോ, ആശ്വാസമെങ്കിലും കിട്ടുന്നുണ്ടോ, അത് അവിടെ കിട്ടുന്നതിൻ്റെ അത്രയുണ്ടോ, അതോ അതിനേക്കാൾ കൂടുതലാണോ, രോഗങ്ങളൊക്കെ മാറിയെന്ന് സോഷ്യൽ മീഡിയയിലൂടെ നേച്ചർ ലൈഫ് ടി വിയിലൂടെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ രോഗം മാറിയവരാണോ, അതോ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കൂടുതൽ രോഗികളെ ആകർഷിച്ചു വരുത്തുക എന്നുള്ള ദുരുദ്ദേശത്തോടെ ചുമ്മാ പറയിപ്പിക്കുന്നതാണോ? അത് നോക്കേണ്ട ഒരു ബാധ്യത ആരോഗ്യവകുപ്പിന് ഇല്ലേ? പോലീസിനില്ലേ? സർക്കാരിനില്ലേ? തട്ടിപ്പുകാരെ പിടികൂടേണ്ടത് പോലീസിൻ്റെ ജോലിയല്ലേ? ആരോഗ്യവകുപ്പുകാർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ? കപ്പ യഥാർത്ഥ കപ്പയല്ല എന്ന് പറഞ്ഞതിന് കേസുണ്ടല്ലോ, പോലീസ് എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പ്രതിയാണ്.
ഡോക്സിസൈക്ലിൻ എന്ന പാഷാണം കഴിക്കരുത്, അത് വിഷമാണ്, അത് കഴിക്കുന്ന 10% ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്, 50% ആളുകൾക്ക് ദോഷഫലങ്ങളുണ്ടാകും എന്നു പറഞ്ഞതിനും വാക്സിനുകളെല്ലാത്തിനും ദോഷഫലങ്ങളുണ്ട്. അമേരിക്കയിൽ ഒരു വാക്സിൻ കോടതിയുണ്ട്. വാക്സിൻ എടുത്ത് മരിച്ചു പോകുന്ന കുട്ടികൾക്ക്, മറ്റു തരത്തിലുള്ള ഗുരുതര രോഗങ്ങൾ വരുന്ന കുട്ടികൾക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ നാഷണൽ ചൈൽഡ്ഹുഡ് വാക്സിൻ ഇഞ്ചുറി ആക്ട് 1986 ഒരു നിയമം അമേരിക്കയിൽ കൊണ്ടുവന്ന് ഫെഡറൽ ക്ലെയിംസിൻ്റെ കീഴിൽ വാക്സിൻ കോർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. $4.6 ബില്യൺ നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതിനാണ് ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടർ പരാതി കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. ഇപ്പോൾ ഒരിടത്തും മാറാത്ത രോഗങ്ങൾ പലതും നേച്ചർ ലൈഫിൽ വന്ന് മാറി എന്ന് പറയുമ്പോൾ തെറ്റാണെങ്കിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നടപടിയെടുക്കണ്ടേ? ശൈലജ ടീച്ചർ DGPയെ പ്രത്യേകം പോയി കണ്ട് നിർബന്ധിച്ച്. പോലീസ് കേസെടുക്കണില്ല, കാരണം കേസെടുക്കാവുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇയാളെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കാണിക്കണം, ഇയാളെ ഒന്ന് പേടിപ്പിച്ച് നോക്കണം ജയിലിൽ പിടിച്ചിട്ടിട്ട്, എന്നാലെങ്കിലും നിർത്തുവോ? അയാൾ കോടതിയിൽ പോയി വാദിച്ച് രക്ഷപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കറിയാം. അതങ്ങനെ കോടതിയിൽ നിന്നല്ലേ രക്ഷപ്പെട്ടോട്ടെ. ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യിച്ചത്. ആ ആരോഗ്യവകുപ്പ് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെങ്കിൽ, തെറ്റാണെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കാത്തത്? പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്ന പേരിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അതിലെ ചിത്രങ്ങൾ നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചയമുള്ള ചിത്രങ്ങളല്ല, വേറൊരു ശൈലിയിലെ ചിത്രങ്ങളാണ്. കടന്നൽക്കുത്തിനെക്കുറിച്ച്, ഭക്ഷ്യവിഷബാധയുടെ ചിത്രം, അങ്ങനെ 23 അവസ്ഥകളിൽ ചിലവില്ലാതെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ പ്രകൃതി പ്രഥമ ചികിത്സകളാണ് ഈ പുസ്തകത്തിലുള്ളത്. പിന്നെ ഈ അവസ്ഥകൾ മറ്റു രോഗങ്ങൾ, കഠിന രോഗങ്ങളുള്ളവർക്കുണ്ടായാൽ ഇതുകൊണ്ട് മാറുമോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. വ്യക്തിപരമായ പരിശോധനകൾ നടത്താതെ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ പ്രയോഗിക്കാൻ കഴിയുമെന്നോ ഒന്നും പറയാൻ കഴിയില്ല. ആ പരിമിതി അവിടെ നിൽക്കട്ടെ. തീപ്പൊള്ളലിൻ്റെ പ്രകൃതി ചികിത്സ. ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ടോം കാൻ എന്ന് പറഞ്ഞ ഒരു തായ് ചിത്രകാരിയാണ്. അവർ സ്കിൻ ക്യാൻസർ ബാധിച്ച് ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് തായ്ലാൻഡിൽ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ക്യാമ്പുകളിലൊന്നിൽ പങ്കെടുത്തത്. കോവിഡിന് മുമ്പ് വരെ 3 മാസം കൂടുമ്പോൾ തായ്ലാൻഡിലെ പല ഭാഗത്തും ഞാനൊരു ക്യാമ്പ് നടത്തിയിരുന്നു. തായ്ലാൻഡിലെ അലോപ്പതി ആശുപത്രിയിൽ പോലും പ്രകൃതി ചികിത്സാ ക്യാമ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ ഹോജിമിൻ സിറ്റിക്ക് സമീപം നമുക്കൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രം ഉണ്ടായിരുന്നു. കടൽ തീരത്ത് സുന്ദരമായ സ്ഥലം. 10-14 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. കോവിഡിന് ശേഷം, അതിനു മുമ്പ് തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ എന്നോട് പറഞ്ഞു, പുറത്തങ്ങനെ പോവല്ലേ, ഇവിടെയല്ലേ നമ്മുടെ ജനങ്ങൾക്കല്ലേ കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രകൃതി ഡോക്ടറായിരുന്നു ഞാൻ. അതോടെ ഞാൻ എൻ്റെ വിദേശയാത്രകൾ കുറച്ച് കൊണ്ടുവന്നിരുന്നു. കോവിഡോടുകൂടി ഞാൻ വിദേശയാത്ര നിർത്തിവെച്ചു. പലരും വിളിക്കുന്നുണ്ട്, പിന്നെ ആവട്ടെ അല്പം കൂടെ കഴിയട്ടെ എന്നെല്ലാം പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടോം കാൻ ക്യാമ്പിൽ വന്നു. ആരോഗ്യത്തിന് നല്ല മാറ്റമായി. ഒരു രോഗവും വരാതെ അവർ സുഖമായി ജീവിക്കാൻ തുടങ്ങി. അതിൻ്റെ 12ാമത്തെ വർഷത്തിലാണ് ഈ പുസ്തകത്തിന് ചിത്രങ്ങൾ അവർ വരച്ചു തരുന്നത്. എന്താണ് പ്രകൃതി ചികിത്സയുടെ തീപ്പൊള്ളൽ പ്രഥമ ചികിത്സ? ഒരു പൊള്ളിയതിൻ്റെ പാടുപോലുമില്ലാതെ, നീറ്റലോ പുകച്ചിലോ ഇല്ലാതെ, ഉടനടി ചെയ്താൽ കുമളയ്ക്കലില്ലാതെ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാതെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും.
അനവധി പേര് ഇത് ചെയ്ത് രക്ഷപ്പെട്ടവരുണ്ട്. തീപ്പൊള്ളൽ അമിത ചൂടിൻ്റെതാണല്ലോ. വെള്ളത്തിനല്ലാതെ മറ്റെന്തിനാണ് ചൂടിനെ തണുപ്പിക്കാനാകുക? പൊള്ളിയ ഭാഗം ഉടനടി പച്ചവെള്ളത്തിലാക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ അല്ലായെങ്കിൽ വെള്ളം നിറച്ച പാത്രത്തിൽ മുക്കി ചൂടിനെ നിർവീര്യമാക്കണം. വെള്ളം ചൂട് വലിച്ചെടുത്തോളും. വെള്ളം നിറച്ച പാത്രങ്ങളിലേക്ക് പച്ചവെള്ളം തുളുമ്പിപ്പോകുന്ന വിധത്തിൽ, പോയിക്കൊണ്ടേയിരിക്കുന്ന വിധത്തിൽ തുടർച്ചയായി ഒഴിച്ചുകൊണ്ടേയിരിക്കണം. പൊള്ളിയ ഉടനെ തന്നെ വെള്ളത്തിൽ വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അല്പം കഴിഞ്ഞാണെങ്കിലും ആവുന്നത്ര നേരത്തെ നിങ്ങൾ വെള്ളത്തിലേക്ക് പൊള്ളിയ ഭാഗം വയ്ക്കണം. അങ്ങനെ വരുമ്പോൾ അല്പം കുമിളകളോ അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ ചിലപ്പോൾ കണ്ടെന്നു വന്നേക്കാം. എന്നാലും ഏത് മരുന്നിനേക്കാളും ഏറ്റവും കൂടുതൽ ഫലപ്രദമായത് 10 പൈസ ചിലവില്ലാത്ത ഈ പ്രകൃതി രീതി തന്നെയാണ്. പൊള്ളലിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറി ഒരു ദിവസം ജ്യൂസെല്ലാം കഴിച്ച്, വേണമെങ്കിൽ പിറ്റേ ദിവസവും ജ്യൂസ് കഴിച്ച്, അല്ലെങ്കിൽ പഴങ്ങൾ, വേവിക്കാത്ത പച്ചക്കറികൾ, തേങ്ങ, കരിക്ക് അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളിലേക്ക് 1-2 ദിവസമെല്ലാം പോയി ശരീരത്തിന് അനുഭവപ്പെട്ട ഷോക്ക്, ഒരു ഭാഗത്ത് പൊള്ളിക്കഴിഞ്ഞാൽ അവിടെ മാത്രമല്ല പ്രയാസം ഉണ്ടാകുക, അത് മൊത്തം ശരീരത്തിനൊരു വലിയ ഷോക്കാണ്. അതുകൊണ്ട് ശരീരം ഒന്ന് നോർമലാകുന്നത് വരെ, മനസ്സ് നോർമലാകുന്നത് വരെ, പൂർണ്ണമായും മുക്തി നേടുന്നത് വരെ പഴങ്ങൾ മാത്രം അല്ലെങ്കിൽ വേവിക്കാത്ത ഭക്ഷണം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഗുരുതരമായ തീപ്പൊള്ളലുകളിൽ നിങ്ങളിത് പരീക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ആശുപത്രി ചെന്നാലും രക്ഷപ്പെടാത്ത തീപ്പൊള്ളലിന് നിങ്ങൾ ഈ പ്രകൃതി ചെയ്തിട്ട് രക്ഷപ്പെടാതെ പോയാൽ നിങ്ങളുടെ കാര്യവും കഷ്ടമാകും, ഇത് പറഞ്ഞ എൻ്റെ കാര്യവും കഷ്ടമാകും. കഴുകന്മാരിങ്ങനെ തലയ്ക്ക് മീതെ വട്ടമിട്ട് പറക്കുകയാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ചെയ്യുക. കഴിയുന്നത്ര നിങ്ങളിത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം. ഈ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് എഴുതണം. ഞങ്ങൾക്കതൊക്കെയാണല്ലോ ഒരു സന്തോഷം. നേച്ചർ ലൈഫ് TV സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.